അല്ല, നമസ്കാരം. കൊച്ചിയിലെ സംഭവ വികാസങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഒന്നും പറയാനില്ല. കാരണം ഒരു പിഞ്ചു കുഞ്ഞിനോട് കാണിക്കാവുന്നതിൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്രൂരകൃത്യമാണ് കാണിച്ചിരിക്കുന്നത്. അത് അമ്മയാണെങ്കിലും മറ്റേ ആളാണെങ്കിലും. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അമ്മേനെ സോഷ്യൽ മീഡിയ ഫുള്ള് ഒരു ക്രൂരയായ സ്ത്രീയായിട്ടാണ് കണ്ടത്. അതിലൊരു കമൻറ്റ്, ഒരു ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായിട്ട് ഞാൻ കണ്ടൊരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ 100% ലിറ്ററസി എന്ന് പറഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു അമ്മയ്ക്ക് ഇന്നത്തെ ഒരു കുഞ്ഞിനോട് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പം ആ ലിറ്ററസിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയൊരു ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഈവൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഉൾപ്പെടെ ആ രീതിയിലാണ് കണ്ടത്. പക്ഷെ ഇന്ന് ആ ന്യൂസ്, അടുത്ത ന്യൂസ് വരുമ്പം ഒന്നും പറയാനില്ല. കാരണം ആ അമ്മയുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അമ്മ ചെയ്തോടെ എനിക്ക് 100% യോജിപ്പില്ല. കാരണം അത് വലിയൊരു തെറ്റാണ്. അത് ചെയ്യാതെ ശരിക്കും അവരെ ആ ക്രൂരകൃത്യം കിട്ടിയിട്ടും ആ കുഞ്ഞിൻ്റെ മരണത്തിലല്ല അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരം ആ ചെയ്ത വ്യക്തിനെ ജുഡീഷ്യലി കൊണ്ടെത്തിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വലിയ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുക. അവിടെയായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക, ജസ്റ്റിസ് എന്ന് പറയുന്നത്. പക്ഷേ അത് അങ്ങനെ നടപ്പാക്കാതെ ആ കുഞ്ഞിനെ അതിൻ്റെ സ്വന്തം അമ്മ തന്നെ എടുത്ത് പുഴയെടുത്ത് എറിയുക എന്ന് പറയുമ്പം അത് കഥ ഇനിയും എന്തൊക്കെയോ ബാക്കിയുണ്ട് എന്നൊരു കാര്യം മാത്രമേ നമുക്കൊക്കെ മനസ്സിലാവുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സിനിമയോ അല്ലെങ്കിൽ വലിയ ബുക്കിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ചില ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു പാതി കഴിയുമ്പോൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചില ട്വിസ്റ്റുകളൊക്കെ. നമ്മൾ വായിക്കുമ്പോൾ ഓക്കെ ഇതായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്നൊരു ട്വിസ്റ്റ് അങ്ങ് വന്ന് നമ്മളങ്ങ് കഥ ടോട്ടലായിട്ട് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ചില എഴുത്തുകളുണ്ട്. അത്തരത്തിൽ വൺ ട്വിസ്റ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ അമ്മേനെ സ്വന്തം കുഞ്ഞിനെ എടുത്ത് എറിയുന്നു, ഭർത്താവിൻ്റെ വീട്ടുകാരെ അവരെ വേദനിപ്പിക്കാൻ എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് വാർത്തയായിരുന്നു ഇന്നലെ ഫുള്ള്. പിന്നെ നമുക്കറിയാലോ, യൂട്യൂബേഴ്സ് ആയാലും അവരെല്ലാവരും ഇതിനെപ്പറ്റിയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു ഒരു വിഷമത്തിൽ. കാരണം കേരളത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. മറ്റ് സ്റ്റേറ്റുകൾ, ഇപ്പോൾ യു പി ആയാലും ബീഹാർ ആണെങ്കിലും മറ്റ് മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിലും ഡൽഹി ആണെങ്കിൽ കൂടി ഇത്തരം ന്യൂസുകൾ ഭയങ്കര വിരളമായിട്ട് മാത്രമേ ഇപ്പോൾ ഞാൻ കാണുന്നുള്ളൂ. ശരിക്കും ഡൽഹി ന്യൂസൊക്കെ ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ബാക്കി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് ന്യൂസ്, അവിടെ ഇത്തരത്തിലുള്ള ന്യൂസ് വല്ല മർഡർ കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ഇന്നലെ തന്നെ ബാംഗ്ലൂരിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി ഒരു വലിയൊരു ബാഗിലാക്കിയിട്ട് ഒരു ട്രെയിൻ അവരെ പാളത്തിൽ കണ്ടു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ന്യൂസ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭയങ്കര എന്താ പറയുക, ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ ഡെയിലി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിൻ്റെ അവസ്ഥ. വിവിധ ഒരു എന്താ പറയുക, പല രീതിയിലാണ് ആൾക്കാർ മരണപ്പെട്ട്, അല്ലെങ്കിൽ പല രീതിയിലാണ് ഡെയിലി നമ്മൾ ഇത്തരത്തിലുള്ള വാർത്ത കേൾക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു സ്വസ്ഥതയില്ലാത്തൊരു സമൂഹമായിട്ട് കേരളം മാറി. 2025 സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു വലിയൊരു കേസായിരുന്നു ഒരു കഞ്ചാവിൻ്റെ. അതിനുശേഷം നടന്ന കഞ്ചാവ് വേട്ട ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൂടി ഇതിനൊരു ശമനമില്ല എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പിന്നെ എന്താണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? സമൂഹം ഇത്തരത്തിലേക്ക് നീങ്ങണമെങ്കിൽ അതിലൊരു കാരണം വേണം. ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് കണക്കുള്ള രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയും അക്രമങ്ങളൊക്കെ വളരെ കുറവാണ്. കാരണം ഓരോരുത്തരുടെ ലൈഫിൽ അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും എന്താ പറയുക, സാമൂഹികപരമായിട്ടാണെങ്കിലും അവർ അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള പോകുന്ന ഒരു സമൂഹമാണ് അവർ. അപ്പം കേരളത്തിന് ശരിക്കും ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ടെന്നാണ് ശരിക്കും ഇതൊക്കെ നമ്മുടെ മുന്നിൽ വെച്ച് തരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അത്രയടുത്ത് എനിക്ക് തോന്നുന്നത് സത്യമാണ്. എൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പലരും സാമ്പത്തികമായിട്ട് അത്ര നല്ല ചുറ്റുപാടുള്ള ആൾക്കാരല്ല. പലരും ഈ പറഞ്ഞ ഗവൺമെൻറ് ജോലി എടുത്ത വ്യക്തികൾ തന്നെ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അല്ലാതെ അവരും വെല്ലായിട്ടുള്ള സെറ്റിൽഡ് അങ്ങനത്തെ ഒരു ലൈഫല്ല ശരിക്കും പറഞ്ഞാൽ. അതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ആൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എന്തൊക്കെയോ റീസൺ കൊണ്ട് എന്തായാലും സമൂഹം വല്ലാതെ വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇത് അധികകാലം പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. അത് കൺട്രോൾ ചെയ്യേണ്ട സമയമായി. അത് ഈ പറയുന്ന ഡ്രഗ്സ് ബാക്കിയുള്ള ഈ പറഞ്ഞ എന്താ പറയുക, മദ്യത്തിൻ്റെ ഉപയോഗമാണെങ്കിലും ഇതൊക്കെ മാക്സിമം കുറയ്ക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. ഇതൊക്കെ ഈ പറയുന്ന അക്രമങ്ങൾക്കൊക്കെ പല രീതിയിലും ഓരോരോ കോസാണ്. ഈ ഇടയ്ക്ക് ചടയമംഗലത്തൊരു ബാറിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ബന്ധപ്പെട്ട് പ്രശ്നമായി ഒരാളെ അവിടെ തന്നെ സ്പോട്ടിൽ കുത്തിക്കൊന്നൊരു കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം
ഞാൻ ആലോചിക്കുകയാണ്. അപ്പം എല്ലാ തരത്തിലും നമ്മുടെ സമൂഹം ഒരു എന്താ പറയുക ജീർണിച്ച അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതധികം പോവാതെ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനും ഉണ്ട്, എല്ലാ നാട്ടുകാർക്കും ഉണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ. പിന്നെ ഈ പറയുന്ന ഫോറൻസിക് മെഡിസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വരും പലരും എൻ്റെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോകളിൽ. അപ്പം അതിന് ഉത്തരം ഇതാണ്. ഇപ്പം ആ കുട്ടിക്ക് വേണ്ടി സംസാരിച്ചത് അവിടുത്തെ ആ കേസ് ചെയ്ത പോലീസ് സർജനാണ്. അപ്പം അവരോട് വലിയൊരു റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. ഇപ്പം അവർ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഈ മരിച്ചു പോയവർക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ നാവായിട്ട് പിന്നെ നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവതുല്യമായ ഒരു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. കാരണം പല കേസുകൾ ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു കാര്യമാണത്. അവർക്കും അവരുടേതായ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ സോഷ്യൽ മീഡിയ ഒരു ദിവസം ആ അമ്മേനെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഫുള്ളി അവരെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല, അത്തരത്തിലാണ് ആൾക്കാർ സംസാരിച്ചത്. പക്ഷേ ഇന്ന് അത് കുറച്ച് മിതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ആ കുഞ്ഞ് അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ അതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പക്ഷെ ആരും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല അമ്മേനെ. കാരണം അവർ ചെയ്ത വലിയൊരു തെറ്റാണ്. ആ കുഞ്ഞ് ഒരു തെറ്റും ചെയ്യാതെ ആ കുഞ്ഞിനെ എടുത്ത് പുഴയിൽ എറിയാന്ന് പറയുമ്പം അവിടെ പിന്നെ വേറൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. അത് ചെയ്തതിന് മറ്റേ ആൾ ചെയ്ത കുറ്റവും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരെയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ശിക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പൊതുസമൂഹം എന്ന രീതിയിൽ. കാരണം ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. എനിക്കൊരു കൊച്ചു മോളുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തിയെടുക്കാന്ന് വെച്ചാൽ ഈ ഒരു കാലത്തെന്ന് വെച്ചാൽ നമുക്കൊരു ചിന്തിക്കാൻ കൂടി പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇപ്പം സേഫ്റ്റി റിയലി മാറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഈ പണ്ടൊക്കെ ഈ ചില സിനിമകളിലും നാടകങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഒക്കെ പറയുന്ന ഡയലോഗുണ്ട്, പെൺകുട്ടിയാണെങ്കിൽ പിന്നെ വീട്ടുകാരുടെ നെഞ്ചിലൊരു തീയാണെന്നുള്ള ഒരു കാര്യം. ശരിക്കും പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഇനി അങ്ങനെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വല്ല യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു, പേഴ്സണലി എനിക്ക് തോന്നുന്നു നല്ലത്. കാരണം സേഫ്റ്റി, കിഡ്സിൻ്റെയൊക്കെ സേഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടത്തെക്കാളും ബെറ്റർ യൂറോപ്യൻ കൺട്രീസാണ്. അത് എത്ര നമ്മൾ ഡിനേ ചെയ്താലും സത്യമായൊരു അവസ്ഥയാണ്. ഇവിടുത്തെ കണക്കൊരു പ്രശ്നങ്ങൾ അവിടെ ഇല്ല. അവർക്ക് കുറച്ചും കൂടെ സെറ്റിൽഡ് ആയിട്ട് ലൈഫാണ്. ഒന്നും പറയാത്തൊരവസ്ഥ. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തുള്ള കണ്ടൻറ്റുകൾ കാര്യങ്ങളെടുത്ത് സംസാരിക്കുന്നതല്ല. പക്ഷേ ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു ന്യൂസാണ്. എനിക്കൊന്ന് ഈ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ന്യൂസാണ് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലത്ത് തന്നെ ഈ ഇടയ്ക്ക് വന്ന ന്യൂസുകളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ ഒരു ദിവസം ഒരു ഉമ്മേനെ എൻ്റെ മകൻ കഴുത്തറുത്ത് കൊന്നിട്ട് രണ്ടുപേരും അയാളുടെ അടുത്ത് ആത്മഹത്യ ചെയ്തൊരു കേസ് 10-ലുണ്ടായിരുന്നു. ഇന്നലെ കൊല്ലത്ത് ഒരാൾ 2-3 പേര് വന്നിട്ട് അയാളെ കുത്തിക്കൊല്ലുന്നൊരു വേറെ കേസുണ്ടായിരുന്നു. ചൂര കഴിച്ച് അതിൻ്റെ അലർജിക് റിയാക്ഷൻ വന്നിട്ട് ഈ പഴകിയ ചൂര എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു അത് കഴിച്ചിട്ട് മരിച്ച ഒരാളുടെ ഒരു കഥ വന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പോലും ഇല്ല സ്വസ്ഥതയുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നാളെ ഏതെങ്കിലും ന്യൂസ് വരുമോ നമുക്ക് നോക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. നാളെ ന്യൂസ് വരാതിരിക്കട്ടെ. ഇതോടുകൂടി ഇത്തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളും നിൽക്കട്ടെ, സമൂഹം നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം വയ്യ, താങ്ങ മാട്ടെ ഇതിൽ കൂടുതലൊക്കെ. കാരണം നമുക്കൊരു എന്താ പറയുക, ഇതൊക്കെ പൊതുസമൂഹത്തിൽ എത്തോളം ബാധിക്കുന്നു എന്നുണ്ടെന്നുള്ളൊരു ഒരു ചിന്ത. കാരണം എങ്ങനെയായിരിക്കും നമ്മൾ ഇന്ന ജനറേഷൻ ഇതൊക്കെ ബാധിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെയൊക്കെ ജനറേഷൻ, എൻ്റെയൊക്കെ 10ാം ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ ഒരു 5ാം ക്ലാസ് സമയത്തൊന്നും ഇത്തരത്തിലുള്ള ന്യൂസൊന്നും ഞാൻ വായിച്ചിട്ടില്ല. വല്ലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യത്തിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും കാണുന്നു എന്നല്ലാതെ, അല്ലെങ്കിൽ വലിയ ഓടായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു കേസായിട്ട് ഇങ്ങനെ കാണുന്നു എന്നല്ലെങ്കിൽ ഒറ്റപ്പെട്ട കേസ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള കേൾക്കുമെന്നുണ്ടെങ്കിലും ഇതിപ്പം നിരന്തരം ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ആരുടെയാണ് തെറ്റെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ഇങ്ങനെ പോകണം അത്ര നല്ലതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്.